കേരളത്തിലെ ഹിന്ദു കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. എല്ലാ ഹിന്ദുക്കളും ഈ ഹിന്ദു കുടുംബത്തിൻ്റെ ഐശ്വര്യം പിണറായി വിജയൻ എഴുതി വെക്കണം. കാരണം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും ഹിന്ദുത്വവും ഒന്ന് കഴിഞ്ഞ ഒരു 10-30 വർഷക്കാലത്തെ ചരിത്രം അല്ലെങ്കിൽ ഒരു 50 വർഷക്കാലത്തെ ചരിത്രം നമ്മൾ നോക്കൂ. അവരെതിർത്തിട്ടുള്ള എല്ലാം രാമായണ മാസാചരണം പി പരമേശ്വരയുടെ നേതൃത്വത്തിൽ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചതെന്നാണ് ഈ രാമായണ മാസാചരണം കർക്കിടക മാസത്തിൽ. ഇന്ന് നോക്ക്, ഇന്ന് ദേശാഭിമാനി പോലും കർക്കിടക മാസമാകുമ്പോൾ രാമായണത്തിൻ്റെ പതിപ്പിറക്കുന്നു, ദിവസവും ഓരോ പണ്ഡിതന്മാരെ കൊണ്ട് ലേഖനം എഴുതുന്നു. ജി സുധാകരന്, പ്രതിഭാഹരി ഉൾപ്പെടെയുള്ള ആൾക്കാർ രാമായണം വായിച്ച് തിമിർക്കുന്നു, അതിൻ്റെ വീഡിയോ ഇടുന്നു. അതൊരു പോസിറ്റീവല്ലേ? അവരെതിർത്തതല്ലേ? രണ്ടാമത്തെ നമ്മൾ നോക്കൂ, അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി. ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ശ്രീകൃഷ്ണ ജയന്തി വളരെ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചതാണ്. ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ അഷ്ടമിരോഹിണി വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. CPMൻ്റെ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ അമ്പാടിമുക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെ CPMൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് നടക്കുന്ന അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ. DYFIക്കാരും ഒക്കെ ഇന്ന് തെരുവിൽ ഇറങ്ങാറുണ്ട് അഷ്ടമിരോഹിണിയുടെ പേരിൽ. അതും വളരെ പോസിറ്റീവല്ലേ? അതും ആരെതിർത്തതാണ്? ഇവരെതിർത്തതാണ്. വിവേകാനന്ദനെ ഇവരെതിർത്തിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുദേവനെ ഇവരെതിർത്തിട്ടുണ്ട്, എല്ലാവരെയും ഇവരെ ഒരു കാലത്ത് എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എതിർപ്പ് ഇതൊരു സാധാരണ നിലയിൽ ഒരു കുംഭമേളയായിരുന്നുവെങ്കിൽ, ഒരു മാഘമാസ പരിപാടി ആയിരുന്നുവെങ്കിൽ ഒരു 10,000-50,000 പേരെ വരത്തുള്ളായിരുന്നു. ഇന്ന് 5 ലക്ഷം അല്ല 50 ലക്ഷം ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു പരസ്യവും അതിൻ്റെ രീതിയിലുള്ളൊരു കളമൊരുക്കി തന്നു പിണറായി വിജയൻ.